നമസ്കാരം. സ്പിരിച്വൽ ഗുരുവിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നിങ്ങളിലേക്ക് വളരെ വേഗത്തിൽ എത്തിച്ചേരാൻ പോകുന്ന സന്തോഷ വാർത്തകൾ എന്തെല്ലാമാണെന്നാണ് ഈയൊരു റീഡിങ്ങിലൂടെ നോക്കുന്നത്. അപ്പോൾ നിങ്ങൾക്കുള്ള സന്ദേശം എന്താണെന്നുള്ളത് നോക്കാം. അപ്പോൾ ഇവിടെ നിങ്ങളിൽ പല ആളുകളുടെയും ജീവിതത്തിലേക്ക് തികച്ചും അപ്രതീക്ഷിതമായിട്ട് ഒരു സാമ്പത്തിക സഹായം എത്തിച്ചേരുന്ന ഒരു എനർജി കാണുന്നുണ്ട്. നിങ്ങൾ ഒട്ടും പ്രതീക്ഷിക്കാത്ത വഴികളിൽ കൂടിയും വ്യക്തികളിൽ കൂടിയുമൊക്കെ ആയിരിക്കാം ആ ഒരു സഹായം നിങ്ങളെ തേടി എത്തുന്നത്. കൂടാതെ ഇവിടെ നിങ്ങളുടെ ജീവിതത്തെ തന്നെ മാറ്റിമറിക്കുന്ന തരത്തിലുള്ള ചില സംഭവങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വളരെ വേഗത്തിൽ കടന്നു വരുന്ന ഒരു എനർജി കാണുന്നുണ്ട്. ഒരുപക്ഷെ നിങ്ങൾ ആഗ്രഹിക്കുന്ന തരത്തിലുള്ള ഒരു വ്യക്തിയെ നിങ്ങൾ കണ്ടുമുട്ടുന്നതാവാം. അല്ലെങ്കിൽ മുമ്പ് പറഞ്ഞതുപോലെ സാമ്പത്തിക പുരോഗതി നിങ്ങൾക്ക് വന്ന് ചേരുന്നതാവാം. ഇവിടെ നിങ്ങളുടെ ഉയർച്ചയ്ക്ക് വേണ്ടി അല്ലെങ്കിൽ നിങ്ങൾ ചെയ്യുന്ന ഏതൊരു കാര്യത്തിനും പ്രപഞ്ചം നിങ്ങൾക്ക് അനുകൂലമായിട്ട് പ്രവർത്തിക്കുന്ന ഒരു സമയമാണ് ഇപ്പോൾ ഉള്ളത്. ഇപ്പോൾ നിങ്ങളുടെ ആഗ്രഹങ്ങൾക്ക് വേണ്ടിയൊക്കെ ചെറിയ ഒരു പരിശ്രമം പോലും നിങ്ങൾ നടത്താനായിട്ട് തയ്യാറായാൽ അവിടെ പ്രപഞ്ചം അതിനുള്ള എല്ലാ സഹായവും നിങ്ങൾക്ക് എത്തിച്ചു നൽകും എന്നുള്ളതാണ്. അതായത് ദൈവാനുഗ്രഹം നിങ്ങൾക്ക് ഈ ഒരു സമയം വർദ്ധിച്ച് വരുന്നുണ്ട്. അതുപോലെ നിങ്ങളിൽ പല ആളുകളും നിലവിലെ നിങ്ങളുടെ മോശം സാഹചര്യങ്ങൾ മൂലം മനോബലം നഷ്ടപ്പെട്ട് മൊത്തത്തിലൊരു നിരാശയിൽ നെഗറ്റീവ് എനർജിയിലൊക്കെ ഇരിക്കുന്ന ആളുകളായിരിക്കാം. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോയ മനഃശാന്തി, മനോബലം ഇവയൊക്കെ വീണ്ടെടുക്കാനായിട്ട് ഒരു ഏകാന്തത നിങ്ങളിൽ പലർക്കും ഇപ്പോൾ വളരെ അത്യാവശ്യമാണെന്ന് കാണുന്നുണ്ട്. അതായത് എല്ലാവരിൽ നിന്നും ഒരു അകലം പാലിച്ച് നിങ്ങൾക്ക് സമാധാനം കിട്ടുന്ന, സന്തോഷം കിട്ടുന്ന ഇടങ്ങളിൽ കൂടുതൽ സമയം ചിലവഴിക്കാനായിട്ട് നിങ്ങൾ ശ്രമിക്കുക. നിങ്ങൾ സ്വയം നിങ്ങളെ ശാന്തമാക്കി വയ്ക്കാനായിട്ട് ശ്രമിക്കുക. അതുപോലെ തന്നെ നിങ്ങളെ എപ്പോഴും താഴ്ത്തിക്കെട്ടാനായിട്ട് നിങ്ങൾക്കൊരു വിലയും തരാതെ നിങ്ങളെ ഒരു നിസ്സാരമായിട്ടൊക്കെ കാണുന്നവർക്കിടയിൽ തലയുയർത്തിപ്പിടിച്ച് നിങ്ങൾക്ക് നിൽക്കാൻ കഴിയുന്ന ഒരു സമയം കൂടിയാണ് ഇപ്പോൾ ഉള്ളത്. ഒരുപക്ഷെ നിങ്ങളുടെ പ്രയത്നം കൊണ്ട് എന്തെങ്കിലുമൊക്കെ നേട്ടങ്ങൾ നിങ്ങൾക്ക് വന്ന് ചേരുന്നതാവാം. അല്ലെങ്കിൽ ഒരു ജോലി നിങ്ങൾക്ക് ലഭിക്കുന്നതാവാം. അതുപോലെ എന്തെങ്കിലും നന്മകളൊക്കെ ചെയ്യാനുള്ള അവസരങ്ങൾ നിങ്ങളെ തേടി എത്തുന്നതാവാം. അപ്പോൾ അതിലൂടെയൊക്കെ നിങ്ങളുടെ വില മറ്റുള്ളവർ മനസ്സിലാക്കുന്നു എന്നുള്ളതാണ് കാണുന്നത്. അതുപോലെ ഇവിടെ നിങ്ങളിപ്പോൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന ഏതോ ഒരു പ്രശ്നത്തിന് നിങ്ങൾ ഒട്ടും പ്രതീക്ഷിക്കാതെ ഒരു വ്യക്തത കിട്ടാൻ പോകുന്നതായിട്ട് കാണുന്നുണ്ട്. ഒരുപക്ഷെ നിങ്ങൾ അറിയാത്തതും ചെയ്യാത്തതുമായ ഏതെങ്കിലും ഒരു മോശം കാര്യത്തിൽ ആരെങ്കിലും നിങ്ങളെ അകപ്പെടുത്തിയിട്ടുണ്ടായിരിക്കാം. നിങ്ങൾക്കതിൽ ഒരു പങ്കുമില്ല, അല്ലെങ്കിൽ നിങ്ങളല്ല അത് പറഞ്ഞത്, ചെയ്തത് എന്ന് തെളിയിക്കാനായിട്ട് നിങ്ങളുടെ പക്കൽ ഒരു തെളിവും ഇല്ലാത്ത ഒരു സാഹചര്യമായിരിക്കാം ഉള്ളത്. മറ്റുള്ളവരുടെ നിരന്തരമായിട്ടുള്ള ആരോപണങ്ങൾ മൂലം ആ ഒരു തെറ്റ് നിങ്ങൾക്ക് സ്വയം ഏറ്റെടുക്കേണ്ടതായിട്ടുള്ള ഒരു സാഹചര്യമായിരിക്കാം ഉണ്ടായിരുന്നത്. എന്നാൽ ഇവിടെ തീർച്ചയായിട്ടും അതിൻ്റെ യാഥാർത്ഥ്യം പുറത്ത് വരാനായിട്ട് പോകുന്ന ഒരു സാഹചര്യമാണ് കാണുന്നത്. അതായത് നിങ്ങളുടെ സത്യം പുറത്ത് വരാനായിട്ട് പോവുകയാണ്. അവിടെ യഥാർത്ഥ കുറ്റക്കാർ ആരാണെന്നും നിങ്ങൾ നിരപരാധിയാണെന്നും എല്ലാവരുടെയും മുന്നിൽ തെളിയിക്കാനുള്ള അവസരങ്ങൾ പ്രപഞ്ചശക്തി നിങ്ങൾക്ക് മുന്നിലേക്ക് എത്തിച്ചു നൽകുന്നുണ്ട്. കൂടാതെ ഇവിടെ നിങ്ങളിൽ പല ആളുകളും ഇപ്പോൾ വളരെ വിശാലമായിട്ട് ചിന്തിക്കാനായിട്ട് തുടങ്ങിയിരിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. ഒരുപക്ഷെ മുമ്പ് നിങ്ങൾ ചിന്തിക്കാതെ ആലോചിക്കാതെയൊക്കെ പല കാര്യങ്ങളും പറയുകയും പ്രവർത്തിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ നിങ്ങൾ പലതും തിരിച്ചറിയാനായിട്ട് തുടങ്ങിയിട്ടുണ്ട്. മുൻപ് വേണ്ട രീതിയിലുള്ള ഒരു ആലോചന നിങ്ങൾക്ക് ഇല്ലാത്തത് മൂലം പല അബദ്ധങ്ങളും തെറ്റുകളുമൊക്കെ നിങ്ങൾക്ക് സംഭവിച്ചിട്ടുണ്ടായിരിക്കാം. എന്നാൽ ഇപ്പോൾ നിങ്ങൾ ചിന്തിക്കുന്നുണ്ട്, ഇനി ഏതൊരു കാര്യവും വളരെ നന്നായിട്ട് ആലോചിച്ച് ചിന്തിച്ച് മാത്രമേ നിങ്ങൾ പറയുകയുള്ളൂ, പ്രവർത്തിക്കുകയുള്ളൂ എന്ന്. കൂടാതെ
ഈ ഒരു സമയം നിങ്ങളിലേക്ക് ആത്മവിശ്വാസം വർദ്ധിച്ചു വരുന്നുണ്ട്. ഒരുപക്ഷെ നിങ്ങളുടെ മനസ്സിലുള്ള പല കാര്യങ്ങളും ഇപ്പോൾ ഏതെങ്കിലും ഒരു വ്യക്തിയെക്കുറിച്ചായാലും അല്ലെങ്കിൽ എന്തെങ്കിലും സത്യങ്ങളായാലുമൊക്കെ അത് മറ്റുള്ളവരോട് തുറന്ന് പറയാനായിട്ട് ഭയപ്പെടുന്ന, അതേപോലെ തന്നെ എന്തെങ്കിലും കാര്യം ചെയ്യുന്നതിൽ ഒരു ധൈര്യം ഇല്ലാത്തതായിട്ടൊക്കെയുള്ള ഒരു അവസ്ഥ പലർക്കും ഉണ്ടായിരിക്കാം. അപ്പോൾ ആ ഒരു അവസ്ഥയിൽ നിങ്ങൾക്ക് മാറ്റമുണ്ടാവുന്നതാണ്. നിങ്ങളിലേക്ക് വളരെയധികം ആത്മവിശ്വാസം വർദ്ധിച്ചു വരുന്നുണ്ട്. ഒരു ഭയവുമില്ലാതെ ധൈര്യത്തോടെ എന്ത് കാര്യവും പറയാനും ചെയ്യാനും ഈ ഒരു സമയം നിങ്ങൾക്ക് സാധിക്കുന്നതാണ്. അതുപോലെ തന്നെ ഇവിടെ പ്രപഞ്ചശക്തി നിങ്ങളോട് പറയുന്നുണ്ട്, ഈ ഒരു സമയം ചില കൊടുക്കൽ വാങ്ങലുകളൊക്കെ വളരെ ശ്രദ്ധയോടെ നിങ്ങൾ ചെയ്യുക എന്ന്. അതിപ്പോൾ സാമ്പത്തികമായാലും സ്നേഹമായാലും അല്ലെങ്കിൽ മറ്റ് പല സഹായങ്ങളായാലും അതൊക്കെ മറ്റുള്ളവർക്ക് നൽകുമ്പോൾ അല്ലെങ്കിൽ നിങ്ങളിലേക്ക് സ്വീകരിക്കുമ്പോൾ അവിടെ വളരെയധികം ശ്രദ്ധിക്കുക. കൂടാതെ ഇവിടെ വളരെയധികം ദൃഢനിശ്ചയത്തോടെ നിങ്ങൾ മുന്നോട്ട് പോകുന്നുണ്ട്. നിങ്ങൾക്ക് പലതിലും ഒരു തുടക്കമുണ്ടാവുന്നുണ്ട്. നിങ്ങൾ ചെയ്തു തുടങ്ങുന്ന കാര്യങ്ങളൊക്കെ വളരെ നന്നായിട്ട് ഭംഗിയായിട്ട് നിങ്ങൾക്ക് പൂർത്തിയാക്കാനായിട്ട് സാധിക്കുന്നതാണ്. ഇവിടെ നിങ്ങളുടെ ജീവിതത്തിന് തീർച്ചയായിട്ടും ഒരു പ്രകാശം വന്ന് ചേരുന്നുണ്ട്. പോസിറ്റീവ് എനർജി നിങ്ങൾക്ക് കിട്ടുന്നുണ്ട്. ഇപ്പോൾ പല കാര്യങ്ങളും ചെയ്യുന്നതിൽ നിങ്ങൾ മടി പിടിച്ചിരിക്കുന്ന അല്ലെങ്കിൽ നിങ്ങൾക്ക് പ്രതികൂലമായിട്ട് നിൽക്കുന്ന ഒക്കെ ഒരു സാഹചര്യം ഉണ്ടെങ്കിൽ അവിടെ തീർച്ചയായിട്ടും നിങ്ങളിലേക്ക് വരുന്ന ആ ഒരു പോസിറ്റീവ് എനർജി കൊണ്ട് അവിടെ നിങ്ങൾക്ക് ഊർജ്ജസ്വലമായിട്ട് പ്രവർത്തിക്കാനായിട്ട് അല്ലെങ്കിൽ പ്രതികൂലമായിട്ട് നിൽക്കുന്ന സാഹചര്യങ്ങളെ നിങ്ങൾക്ക് മറികടക്കാനായിട്ട് സാധിക്കുന്നതാണ്. കൂടാതെ കുടുംബജീവിതവുമായിട്ട് ബന്ധപ്പെട്ട് വളരെ വലിയൊരു സന്തോഷം നിങ്ങളെ തേടി എത്തുന്നുണ്ട്. അതായത് പങ്കാളിയുമായിട്ട് കുട്ടികളുമായിട്ടൊക്കെ പിരിഞ്ഞു നിൽക്കുന്ന വ്യക്തികളാണ് നിങ്ങളെങ്കിൽ വീണ്ടും അവരോടൊപ്പം ചേർന്ന് നല്ല ഒരു കുടുംബജീവിതം നിങ്ങൾക്ക് ഉണ്ടാവുന്നുണ്ട്. വളരെ സന്തോഷത്തോടെയുള്ള ഒരു കുടുംബജീവിതം നിങ്ങളിലേക്ക് വീണ്ടും വന്നെത്തുന്ന ഒരു സാഹചര്യം കാണുന്നുണ്ട്. അതേപോലെ തന്നെ നിങ്ങളിൽ പല ആളുകളും വളരെയധികം അറിവ്, ജ്ഞാനം ഇവയൊക്കെയുള്ള ആളുകളാണ്. അപ്പോൾ നിങ്ങൾ അന്വേഷിക്കുന്ന ഉത്തരങ്ങൾ നിങ്ങളുടെ ഉള്ളിൽ നിന്നും നിങ്ങളുടെ അറിവിൽ നിന്നുമൊക്കെ നിങ്ങൾക്ക് കണ്ടെത്താനായിട്ട് സാധിക്കും എന്നുള്ളതാണ് പ്രപഞ്ചശക്തി നിങ്ങളോട് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്കുള്ള ഭഗവാന്റെ അല്ലെങ്കിൽ പ്രപഞ്ചശക്തിയുടെ ഇന്നത്തെ സന്ദേശം ഇതായിരുന്നു. ഇതിൽ നിന്നും നിങ്ങളുമായും നിങ്ങളുടെ ജീവിത സാഹചര്യങ്ങളുമായിട്ടൊക്കെ നിങ്ങൾക്ക് പോസിറ്റീവായിട്ട് തോന്നുന്ന കാര്യങ്ങളെ മാത്രം എടുക്കുക, അല്ലാത്ത കാര്യങ്ങൾ വിട്ടുകളയുക. വീണ്ടും പുതിയൊരു വീഡിയോയിലൂടെ കാണാം.